ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. കുറേ ദിവസമായി ഞാൻ വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ ഈ വീട്ടിലാണ്. അതിൻ്റെ ഇന്ന് വീട്ടിൽ വന്നപ്പോൾ അമ്മ എനിക്ക് കുറച്ച് ബിരിയാണി ഉണ്ടാക്കി തന്നു. പിന്നെ ഒരു പാവയ്ക്ക തോരനും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ പാവയ്ക്ക തോരനാണ് ചെയ്യുന്നത്, പിന്നെ സാലഡ്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. തൈര്, പിന്നെ തക്കാളി, സവാള, മുളകെല്ലാം കൂടി ഇട്ട് തൈരും കൂടെ ആഡ് ചെയ്ത് നമ്മൾ സാലഡ് ഉണ്ടാക്കുവാണ്. ഈ സാലഡ് എൻ്റെ ഫേവറേറ്റ്. ബിരിയാണി ആണെങ്കിലും മന്തി ആണെങ്കിലും സാലഡ് വെച്ച് കഴിക്കണം, നല്ല രുചിയാണ്. പിന്നെ ഇത് പാവയ്ക്ക തോരൻ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ നമ്മൾ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്, ഉള്ളി ഇട്ടിട്ടുണ്ട്, മാങ്ങ ഇട്ടിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം. അപ്പോൾ പെട്ടെന്ന് കഴിയുന്നൊരു കറിയാണിത്. പിന്നെ നമ്മൾ ഇനി അടുത്ത ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് എണ്ണ ചൂടാക്കി സവാള, കറിവേപ്പില, മുളക് ഇട്ട് ഒന്ന് വഴറ്റുകയാണ്. വഴറ്റി കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പിടുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് എണ്ണ ഇടുന്നുണ്ട് അമ്മ. വെളിച്ചെണ്ണ കുറച്ച് ലാസ്റ്റ് പ്രോസസ്സിൽ വെളിച്ചെണ്ണ ഇടും. അപ്പോൾ ഇതാണ് നമ്മുടെ പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ബീൻസ്, ക്യാരറ്റ് എല്ലാം നമ്മൾ ബിരിയാണിയിൽ ആഡ് ചെയ്യുവാണ്. പിന്നെ സോയാ ചങ്ക്സും കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കുറച്ചൊരു സ്മോൾ ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ചോറ് വേവിച്ചത്, നമ്മൾ ഗ്രാമ്പൂവും കറുവപ്പട്ടയൊക്കെ ഇട്ടിട്ടാണ് ചോറ് വേവിച്ചത്. ബിരിയാണി റൈസ് അതോടെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വയ്ക്കുന്നു. അപ്പം നമ്മുടെ ചോറും റെഡിയാണ്, പാവയ്ക്ക തോരനും റെഡിയാണ്, പിന്നെ സാലഡും. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.